ഒരു കാലത്ത് മലയാള സിനിമയിൽ യുവതികളുടെ മനസ്സ് കീഴടക്കിയ ഒരു പ്രണയ നായകനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പുഞ്ചിരിക്ക് ഒരു പേരുണ്ടായിരുന്നു, കോളിനോസ് പുഞ്ചിരി. സ്റ്റണ്ട് രംഗങ്ങളിൽ ഡൂപ്പില്ലാതെ സാഹസികമായി സ്റ്റണ്ട് ചെയ്തിരുന്നു അയാൾ. ഷീലയും ജയഭാരതിയും ശ്രീവിദ്യയും വിജയശ്രീയും അടക്കമുള്ള ഇഷ്ടനായികമാരോടൊപ്പം അയാൾ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിരുന്നു. അവരുടെയെല്ലാം ഇഷ്ടനായകനുമായിരുന്നു അദ്ദേഹം. ജയൻ വരുന്നതിന് മുമ്പ് മലയാള സിനിമയുടെ ജെയിംസ് ബോണ്ട് എന്നറിയപ്പെട്ട ആ മനുഷ്യൻ 200-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടും പുതിയ തലമുറയിലെ പലർക്കും അദ്ദേഹത്തിന്റെ പേര് പോലും അറിയില്ല. ആരാണ് ആ നടൻ? വിൻസെന്റ്. മലയാള സിനിമയുടെ ചരിത്രം പരിശോധിച്ചാൽ ചില താരങ്ങൾ മരിച്ചിട്ടും ജനമനസ്സുകളിൽ ഇന്നും ജീവിക്കുന്നു. സത്യൻ, പ്രേം നസീർ, ജയൻ, സോമൻ, ശങ്കരാടി, അടൂർ ബാസി, അങ്ങനെ നിരവധി പേരുകൾ ഇന്നും മലയാളികൾ അഭിമാനത്തോടെ ഓർക്കുന്നു. പക്ഷെ ഒരു കാലത്ത് ഇവർക്കൊപ്പമോ പലപ്പോഴും ഇവരെ വെല്ലുന്ന ജനപ്രീതിയോടെയോ തിളങ്ങിയിരുന്ന മറ്റൊരു നായകൻ പതിയെ ഓർമ്മകളുടെ ഇരുട്ടിലേക്ക് മറഞ്ഞുപോയി. ആ നടനായിരുന്നു വിൻസെന്റ്. ഇന്നത്തെ പ്രേക്ഷകരിൽ പലർക്കും അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ട ഓർമ്മ പോലും ഉണ്ടാകില്ല. എന്നാൽ 70കളിലും 80കളുടെ തുടക്കത്തിലും സിനിമ കണ്ടിരുന്നവർക്ക് വിൻസെന്റ് ഒരു വികാരമായിരുന്നു. അദ്ദേഹം സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടാൽ തിയേറ്ററുകളിൽ കയ്യടികൾ ഉയരുമായിരുന്നു. പ്രണയരംഗങ്ങളായാലും ആക്ഷൻ രംഗങ്ങളായാലും വികാരനിർഭരമായ അഭിനയമായാലും വിൻസെന്റിന് സ്വന്തമായ ഒരു ശൈലി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിർമ്മാതാക്കൾ അദ്ദേഹത്തെ തേടിയെത്തി, സംവിധായകർ അദ്ദേഹത്തെ വിശ്വസിച്ചു, പ്രേക്ഷകർ അദ്ദേഹത്തെ നെഞ്ചിലേറ്റി. എന്നാൽ അത്രയേറെ പ്രശസ്തനായ ഒരു നായകന്റെ ജീവിതം വെറും 45-ാം വയസ്സിൽ അവസാനിച്ചു. ആ മരണം മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടമായി. എന്നാൽ അതിനേക്കാൾ വലിയ ദുഃഖം കാലം കടന്നു പോകുന്തോറും വിൻസെന്റ് എന്ന കലാകാരനെ മലയാള സിനിമ മറന്നു തുടങ്ങി എന്നതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഭ വിസ്മൃതിയിലായത്? എങ്ങനെയാണ് എറണാകുളത്തെ ഒരു സാധാരണ യുവാവ് മലയാള സിനിമയിലെ ഏറ്റവും തിരക്കേറിയ നായകനായി മാറിയത്? ജോലി നഷ്ടപ്പെട്ട ഒരു യുവാവിന്റെ ജീവിതം എങ്ങനെയാണ് സിനിമ മാറ്റിമറിച്ചത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ കോളിനോസ് പുഞ്ചിരിയുള്ള നടൻ എന്ന് വിളിച്ചത്? ജയന് മുമ്പേ ജീവൻ പണയം വെച്ച് സ്റ്റണ്ട് രംഗങ്ങൾ അഭിനയിച്ച കഥ എന്താണ്? അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങളിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് അറിയാം. മലയാള സിനിമയുടെ ചരിത്രത്തിൽ വേണ്ടത്ര അംഗീകാരം ലഭിക്കാതെ പോയ ഒരു അതുല്യ നടന്റെ ജീവിതകഥയാണ് വിൻസെന്റിന്റേത്. 1946 ഫെബ്രുവരി 12 എറണാകുളം ജില്ലയിലെ വൈപ്പിൻകരയിലുള്ള എടവനക്കാട് എന്ന സ്ഥലത്താണ് വിൻസെന്റ് ജനിക്കുന്നത്. കടലും കായലും നിറഞ്ഞ പ്രകൃതി സൗന്ദര്യമുള്ള എടവനക്കാട് അന്നൊരു ശാന്തഗ്രാമമായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹത്തിന് കലകളോട് വലിയ താല്പര്യമുണ്ടായിരുന്നു. സ്കൂളിലെ നാടകങ്ങൾ, യുവജനോത്സവങ്ങൾ, സാംസ്കാരിക പരിപാടികൾ, എവിടെയും വിൻസെന്റിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അന്നൊരിക്കലും അദ്ദേഹമോ കുടുംബമോ ചിന്തിച്ചിട്ടുണ്ടാകില്ല ഈ ഗ്രാമത്തിലെ ഈ യുവാവ് ഒരു ദിവസം കേരളമെമ്പാടും അറിയപ്പെടുന്ന സിനിമാ നായകനാകുമെന്ന്. എന്നാൽ ജീവിതം എപ്പോഴും നാം പ്രതീക്ഷിക്കുന്ന വഴിയിലൂടെയല്ല സഞ്ചരിക്കുന്നത്. ചിലപ്പോൾ ഒരു തിരിച്ചടി, ഒരു പരാജയം, ഒരു ജോലി നഷ്ടപ്പെടൽ, അത് തന്നെയാകും ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി മാറുക. കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി വലിയ സൗകര്യങ്ങളുള്ളതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പഠനം പൂർത്തിയാക്കിയ ശേഷം എത്രയും വേഗം ഒരു ജോലി കണ്ടെത്തണമെന്ന ചിന്തയായിരുന്നു വിൻസെന്റിനുണ്ടായിരുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞ അദ്ദേഹം എറണാകുളത്തെ മെറ്റൽ ഹൗസ് എന്ന സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിയിൽ പ്രവേശിച്ചു. കുടുംബത്തിന് അത് വലിയ ആശ്വാസമായിരുന്നു. സ്ഥിര വരുമാനമുള്ള ഒരു ജോലി കിട്ടിയതോടെ ജീവിതം സുരക്ഷിതമായ വഴിയിലേക്ക് പോകുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷെ ജീവിതം അദ്ദേഹത്തിനായി മറ്റൊരു തിരക്കഥയാണ് എഴുതി വച്ചിരുന്നത്. ആ സ്ഥാപനത്തിൽ നടന്ന തൊഴിലാളി സമരത്തിൽ വിൻസെന്റും പങ്കാളിയായി. സമരത്തിന്റെ പ്രത്യാഘാതമായി അദ്ദേഹത്തിന് ജോലി നഷ്ടമായി. ഒരു നിമിഷം കൊണ്ട് ജീവിതം വീണ്ടും അനിശ്ചിതത്വത്തിലേക്ക് വീണു. പലരും അത്തരമൊരു സാഹചര്യത്തിൽ സ്വന്തം ഗ്രാമത്തിൽ തന്നെ മറ്റൊരു ജോലി അന്വേഷിച്ചേനെ. എന്നാൽ വിൻസെന്റ് മറ്റൊരു തീരുമാനമെടുത്തു. അദ്ദേഹം മദ്രാസിലേക്ക് പോകാൻ തീരുമാനിച്ചു. അക്കാലത്ത് ദക്ഷിണേന്ത്യൻ സിനിമയുടെ ഹൃദയമായിരുന്നു മദ്രാസ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എല്ലാ ഭാഷകളിലെയും സിനിമാ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം അവിടെയായിരുന്നു. എന്നാൽ വിൻസെന്റ് മദ്രാസിലേക്ക് പോയത് സിനിമാ നടനാകാനായിരുന്നില്ല. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒരു ജോലി കണ്ടെത്താനായിരുന്നു. കുറച്ചു കാലത്തിന് ശേഷം മദ്രാസിലെ ഒരു പ്രമുഖ സ്റ്റാർ ഹോട്ടലിലെ മ്യൂസിക് ബാൻഡിൽ ജോലി ലഭിച്ചു. സംഗീതവും കലയും ഇഷ്ടപ്പെട്ടിരുന്ന വിൻസെന്റിന് ആ ജോലി ഏറെ ഇണങ്ങിയിരുന്നു. പകൽ ജോലി, വൈകുന്നേരങ്ങളിൽ സംഗീത പരിപാടികൾ, ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോയി. എന്നാൽ ആ ഹോട്ടലിൽ എത്തുന്നവരിൽ സാധാരണ അതിഥികൾ മാത്രമല്ല ഉണ്ടായിരുന്നത്. ചലച്ചിത്ര ലോകവുമായി ബന്ധപ്പെട്ട സംവിധായകരും നിർമ്മാതാക്കളും അഭിനേതാക്കളും അവിടെ സ്ഥിരം സന്ദർശകരായിരുന്നു. അവരുമായി പരിചയപ്പെടാനുള്ള അവസരങ്ങൾ വിൻസെന്റിന് ലഭിച്ചു. അദ്ദേഹത്തിന്റെ ആകർഷകമായ വ്യക്തിത്വവും എന്നും മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്ന ആത്മവിശ്വാസമുള്ള പുഞ്ചിരിയും പലരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. സിനിമയിൽ അഭിനയിക്കാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും എന്ന നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കാൻ തുടങ്ങി. ആദ്യം അദ്ദേഹം അത് കാര്യമായി എടുത്തില്ല. എന്നാൽ സുഹൃത്തുക്കളുടെയും സിനിമാ പ്രവർത്തകരുടെയും പ്രോത്സാഹനം അദ്ദേഹത്തെ ഒരു സ്ക്രീൻ ടെസ്റ്റിലേക്ക് നയിച്ചു. ആ തീരുമാനം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി. 1950
1969 അദ്ദേഹത്തിന് ആദ്യ അവസരം ലഭിച്ചു. റെസ്റ്റ് ഹൗസ് എന്ന സിനിമ. ആദ്യ സിനിമയിലൂടെ തന്നെ അദ്ദേഹത്തിന്റെ സ്വാഭാവിക അഭിനയവും അതുപോലെ തന്നെ സ്ക്രീൻ പ്രസൻസും എല്ലാവരും ശ്രദ്ധിച്ചു. അക്കാലത്ത് മലയാള സിനിമയിലെ നായക സ്ഥാനങ്ങൾ പ്രേം നസീറും സത്യനും മധുവും പോലുള്ള വമ്പന്മാരുടെ കൈകളിലായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ പുതിയൊരു യുവതാരം വളർന്നു വരുന്നത് തന്നെ വലിയ വാർത്തയായിരുന്നു. എന്നാൽ വിൻസെന്റ് അത് സാധ്യമാക്കി. കാരണം അദ്ദേഹം മറ്റാരെയും അനുകരിക്കാൻ ശ്രമിച്ചില്ല. തനിക്കൊരു വ്യക്തിത്വം അദ്ദേഹം സൃഷ്ടിച്ചു. സുന്ദരമായ മുഖം, ക്യാമറയ്ക്ക് മുന്നിൽ അസാധാരണമായ ആത്മവിശ്വാസം, പിന്നെ മുഖത്ത് എപ്പോഴും മായാതെ നിൽക്കുന്ന ഒരു പുഞ്ചിരി. ആ പുഞ്ചിരിയാണ് പിന്നീട് അദ്ദേഹത്തിന്റെ ട്രേഡ് മാർക്കായി മാറിയത്. അക്കാലത്ത് ഇന്ത്യയിൽ ഏറെ പ്രചാരത്തിലുണ്ടായിരുന്ന ടൂത്ത് പേസ്റ്റ് ബ്രാൻഡായിരുന്നു കോളിനോസ്. അതിന്റെ പരസ്യങ്ങളിൽ കാണുന്ന തിളങ്ങുന്ന പല്ലുകളും മനോഹരമായ പുഞ്ചിരിയും ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിരുന്നു. വിൻസെന്റിന്റെ പുഞ്ചിരിയും അതുപോലെ തന്നെ മനോഹരമായിരുന്നു. അതിനാലാണ് ആരാധകരും സിനിമാ പ്രവർത്തകരും അദ്ദേഹത്തെ സ്നേഹത്തോടെ കോളിനോസ് പുഞ്ചിരിയുള്ള നടൻ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ഒരു നടന്റെ അഭിനയത്തെക്കാൾ അദ്ദേഹത്തിന്റെ പുഞ്ചിരി ഒരു തിരിച്ചറിയലായി മാറുക എന്നത് വളരെ അപൂർവമാണ്. വിൻസെന്റിന് അത് സാധിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ജനപ്രീതിക്ക് കാരണം പ്രണയരംഗങ്ങൾ മാത്രമായിരുന്നില്ല. ജീവൻ പണയം വെച്ച ആക്ഷൻ രംഗങ്ങളും അതിന് വലിയ കാരണമായിരുന്നു. ഇന്ന് സിനിമകളിൽ അപകടകരമായ രംഗങ്ങൾ ചിത്രീകരിക്കാൻ പ്രത്യേക പരിശീലനം നേടിയ സ്റ്റണ്ട് കലാകാരന്മാരുണ്ട്, സുരക്ഷാ സംവിധാനങ്ങളുണ്ട്, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഉണ്ട്. പക്ഷേ 70കളുടെ തുടക്കത്തിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഉയരങ്ങളിൽ നിന്ന് ചാടുന്ന രംഗങ്ങൾ, ഓടുന്ന വാഹനങ്ങളിൽ കയറുന്ന രംഗങ്ങൾ, മർദ്ദന രംഗങ്ങൾ, ഇതെല്ലാം പലപ്പോഴും അഭിനേതാക്കൾ തന്നെയായിരുന്നു ചെയ്യേണ്ടി വന്നിരുന്നത്. വിൻസെന്റ് കഴിയുന്നത്ര തന്റെ സ്റ്റണ്ട് രംഗങ്ങൾ സ്വയം ചെയ്യാൻ ശ്രമിച്ചു. അപകട സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹം പിന്നോട്ട് പോയില്ല. അതാണ് അദ്ദേഹത്തെ മറ്റു നായകന്മാരിൽ നിന്ന് വേറിട്ട് നിർത്തിയത്. പിന്നീട് ജയൻ മലയാള സിനിമയിൽ ആക്ഷൻ ഹീറോ എന്ന പുതിയ അധ്യായം എഴുതിയപ്പോൾ പലരും അദ്ദേഹത്തെ ഓർത്തു. കാരണം ജയന് മുമ്പ് തന്നെ ആക്ഷന് പ്രാധാന്യം നൽകിയ നായകരിൽ ശ്രദ്ധേയനായിരുന്നത് വിൻസെന്റ് ആയിരുന്നു. അതിനാലാണ് ചില സിനിമാ പ്രേമികൾ അദ്ദേഹത്തെ മലയാളത്തിന്റെ ജെയിംസ് ബോണ്ട് എന്നും വിശേഷിപ്പിച്ചത്. ഇത് ഒരു ഔദ്യോഗിക ബിരുദമല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ സ്ക്രീൻ ഇമേജിനെ കുറിച്ച് ആരാധകർ നൽകിയ സ്നേഹവിളിയായിരുന്നു അത്. ആ കാലഘട്ടത്തിൽ വിൻസെന്റിന്റെ സിനിമകൾക്ക് കുടുംബ പ്രേക്ഷകരും യുവാക്കളും ഒരുപോലെ എത്തിത്തുടങ്ങി. പ്രണയകഥകളിൽ സുന്ദരനായ നായകൻ, ആക്ഷൻ ചിത്രങ്ങളിൽ ധീരനായ യുവാവ്, കുടുംബ ചിത്രങ്ങളിൽ വികാരഭരിതനായ കഥാപാത്രം, ഏത് വേഷവും അദ്ദേഹത്തിന് അനായാസം ഇണങ്ങി. അങ്ങനെ ഇരിക്കെയാണ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ നായികമാരോടൊപ്പം അഭിനയിക്കാനുള്ള അവസരങ്ങൾ തുടർച്ചയായി അദ്ദേഹത്തെ തേടിയെത്തിയത്. ഷീല, ജയഭാരതി, വിജയശ്രീ, ശ്രീവിദ്യ, ഉഷാനന്ദിനി, അക്കാലത്തെ മുൻനിര നായികമാരിൽ പലർക്കും വിൻസെന്റ് വിശ്വസ്തനായ നായകനായി മാറി. ചില ജോഡികൾക്ക് പ്രേക്ഷകർ പ്രത്യേക സ്വീകരണവും നൽകി. അദ്ദേഹത്തിന്റെ ജനപ്രീതി അതിവേഗം ഉയർന്നു. എന്നാൽ ഒരു നടന്റെ യഥാർത്ഥ കരുത്ത് ജനപ്രീതിയിൽ മാത്രമല്ല, അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങളിൽ കൂടിയാണ്. വിൻസെന്റിനെ മലയാള സിനിമയിലെ മുൻനിര നായകനായി ഉയർത്തിയ ആ സിനിമകൾ ഏതൊക്കെയായിരുന്നു? ഉത്സവം, അനുഭവം, ചന്ദനച്ചോല, കനൽക്കട്ടകൾ പോലുള്ള ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ കരിയറിൽ സൃഷ്ടിച്ച സ്വാധീനം വലുതായിരുന്നു. വിൻസെന്റിന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചിത്രമാണ് ഉത്സവം. മലയാളത്തിന്റെ ഇതിഹാസ സംവിധായകൻ IV ശശിയുടെ ആദ്യ സംവിധാന സംരംഭം കൂടിയായിരുന്നു ഉത്സവം. നായകനിലേക്കുള്ള വളർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രമായിരുന്നു വിൻസെന്റിന് ഇത്. ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ടിട്ടും കുടിവെള്ളത്തിനായി നട്ടോട്ടമോടുന്ന ഒരു തുരുത്താണ് ഉത്സവം എന്ന സിനിമയുടെ പ്രധാന പശ്ചാത്തലം. ഒരു ഗ്രാമത്തിന്റെ പച്ചയായ ജീവിതത്തിലേക്കും അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ ആഗ്രഹങ്ങളിലേക്കും സങ്കീർണമായ ബന്ധങ്ങളിലേക്കും ക്യാമറ തിരിച്ചുപിടിച്ചുകൊണ്ടാണ് സംവിധായകൻ IV ശശിയും ഷെരീഫും ഈ ചിത്രത്തിന്റെ കഥയൊരുക്കിയത്. നാളുകളായുള്ള ഗ്രാമവാസികളുടെ കാത്തിരിപ്പിനൊടുവിൽ ആ തുരുത്തിൽ ഒരു വാട്ടർ ടാങ്ക് അഥവാ റിസർവോയർ നിർമ്മിക്കാൻ സർക്കാരിൽ നിന്ന് അനുമതി ലഭിക്കുന്നതോടെയാണ് സിനിമയുടെ യഥാർത്ഥ കഥ ആരംഭിക്കുന്നത്. വാസു, ഗോപി, ബാബു എന്നീ 3 യുവാക്കളാണ് ഈ കഥയെ മുന്നോട്ട് നയിക്കുന്ന പ്രധാന കഥാപാത്രങ്ങൾ. ഇതിൽ ബാബു എന്ന യുവാവ് ആ ദ്വീപിലേക്ക് വാട്ടർ ടാങ്ക് നിർമ്മാണത്തിന്റെ മേൽനോട്ടത്തിനായി എത്തുന്ന എഞ്ചിനീയറാണ്. തുരുത്തിലെത്തിയ ബാബു വാസുവിന്റെ സഹോദരിയായ സുമതിയുമായി പ്രണയത്തിലാവുന്നു. ഇതേസമയം തന്നെ ഗ്രാമത്തിലെ മറ്റൊരു യുവാവായ ഗോപിയും ലീലയും തമ്മിൽ ആഴത്തിലൊരു രഹസ്യ പ്രണയബന്ധം നിലനിൽക്കുന്നുണ്ട്. നാടിന്റെ വികസനം ഒരു വശത്ത് നടക്കുമ്പോഴും ഈ യുവതി യുവാക്കളുടെ ജീവിതത്തിലൂടെ മനുഷ്യബന്ധങ്ങളിലെ സ്നേഹവും കാമവും സ്വാർത്ഥതയും എല്ലാം സിനിമ വളരെ വ്യക്തമായി ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ പണത്തോടുള്ള ആർത്തി കാരണം മക്കളുടെ വിവാഹത്തെ വെറും കച്ചവട കണ്ണോടെ മാത്രം കാണുന്ന അവിടുത്തെ കാരണവന്മാർ ഇവരുടെ പ്രണയങ്ങൾക്കും ജീവിതങ്ങൾക്കും വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഇതിനിടയിലേക്ക് നാടിന്റെയും ജനങ്ങളുടെയും വികസനത്തെക്കാൾ സ്വന്തം കീശ വീർപ്പിക്കാൻ നോക്കുന്ന രാഷ്ട്രീയ നേതൃത്വവും വില്ലൻ വേഷത്തിൽ കടന്നു വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി കോൺട്രാക്ടർ ചെറിയാനും തുരുത്തിലെ ചട്ടമ്പിമാരായ ഭാർഗവനും എല്ലാം ചേർന്ന് വാട്ടർ ടാങ്കിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗ്രാമത്തിൽ പല വിധത്തിലുള്ള തർക്കങ്ങളും കയ്യാങ്കളികളും ഉണ്ടാക്കാൻ തുടങ്ങുന്നു. ഈ സംഘർഷങ്ങൾ ഗ്രാമവാസികളുടെ സമാധാന ജീവിതം തകർക്കുകയും കഥാപാത്രങ്ങളുടെ ജീവിതത്തെ കൂടുതൽ സങ്കീർണമായ തെറ്റിദ്ധാരണകളിലേക്കും പ്രണയഭംഗങ്ങളിലേക്കും നയിക്കുകയും ചെയ്യുന്നു. മാറുന്ന കാലത്തിന്റെ പുതിയ ആശയങ്ങളും ഗ്രാമത്തിലെ പഴയ പരമ്പരാഗത ചിന്താഗതികളും തമ്മിലുള്ള വലിയൊരു പോരാട്ടമായി വാട്ടർ ടാങ്ക് നിർമ്മാണം മാറുന്നു. തുരുത്തിലെ സാധാരണക്കാരുടെ നിസ്സഹായാവസ്ഥയും അവരുടെ പ്രതീക്ഷകളും യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള ഈ വലിയ സംഘർഷങ്ങൾക്കൊടുവിൽ തെറ്റിദ്ധാരണകളെല്ലാം നീങ്ങി അവർ ഒത്തൊരുമയോടെ വസിക്കുമ്പോഴാണ് കഥ അവസാനിക്കുന്നത്.
ഇതിനിടെ അദ്ദേഹം ആക്ഷൻ ഹീറോ പരിവേഷമുള്ള ചിത്രങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു. ചന്ദനച്ചോലയിലെ മിക്ക ആക്ഷൻ രംഗങ്ങളും ഡ്യൂപ്പില്ലാതെയാണ് അദ്ദേഹം ചെയ്തത്. ഈ ചിത്രത്തിലെ ഷൂട്ടിങ്ങിനിടയിൽ അദ്ദേഹത്തിന് ഗുരുതര പരിക്കേൽക്കുക പോലും ചെയ്തിരുന്നു. അതുപോലെ ടാക്സിക്കാർ, കനൽക്കട്ടകൾ തുടങ്ങിയ ചിത്രങ്ങളിലും ഇത്തരം വേഷങ്ങൾ ചെയ്തതോടെയാണ് അദ്ദേഹത്തിന് മലയാളത്തിന്റെ ജെയിംസ് ബോണ്ട് എന്ന വിശേഷണമെല്ലാം ലഭിക്കുന്നത്. കരിയർ എങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ മലയാള സിനിമയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയായിരുന്നു. 70കളുടെ അവസാനത്തോടെ മലയാള സിനിമ ഒരു വലിയ മാറ്റത്തിന്റെ പാതയിലായിരുന്നു. വമ്പൻ സ്റ്റുഡിയോകളുടെ കാലം പതുക്കെ നീങ്ങി തുടങ്ങി. കഥകൾ കൂടുതൽ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നീങ്ങി. പുതിയ സംവിധായകർ എത്തി. പുതിയ നായകന്മാരും സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ചു. ജയൻ തന്റെ ആക്ഷൻ ഇമേജിലൂടെ പ്രേക്ഷകരെ ആവേശത്തിലാഴ്ത്തി. സുകുമാരൻ ശക്തമായ കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധ നേടി. സോമൻ ഗൗരവമുള്ള വേഷങ്ങളിൽ തിളങ്ങി. രവികുമാർ, MG സോമൻ, പിന്നീട് മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങിയ പുതിയ തലമുറയും മലയാള സിനിമയുടെ ഭൂപടം മാറ്റി തുടങ്ങി. ഈ മാറ്റങ്ങൾക്കിടയിലും പല നായകന്മാരെ പോലെ വിൻസെന്റും ഒരു തീരുമാനമെടുത്തു. കാലത്തോട് പോരാടുകയല്ല, കാലത്തിനൊപ്പം മാറുക. അദ്ദേഹം സ്വഭാവ നടനായും സഹനടനായും കൂടുതൽ വേഷങ്ങൾ സ്വീകരിച്ചു. അത് അദ്ദേഹത്തിന്റെ കലാകാരന്റെ പക്വത ായിരുന്നു. കാരണം എല്ലാ നടന്മാർക്കും നായക പദവിയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയണമെന്നില്ല. പക്ഷെ വിൻസെന്റ് കഥാപാത്രങ്ങളുടെ വലിപ്പമാണ് പ്രധാനമെന്ന് വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ 80കളിലും അദ്ദേഹം സിനിമകളിൽ സജീവമായി തുടർന്നു. അഭിനയത്തോടുള്ള അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയ്ക്ക് ഒരു കുറവും വന്നില്ല. പക്ഷെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തം അദ്ദേഹത്തെ കാത്തിരിക്കുകയായിരുന്നു. 1991 ഓഗസ്റ്റ് 30 അപ്രതീക്ഷിതമായി ഹൃദയാഘാതം മൂലം അദ്ദേഹം അന്തരിച്ചു. വെറും 45 വയസ്സ്. ഒരു നടന് അത് വിട പറയാനുള്ള പ്രായമായിരുന്നില്ല. മലയാള സിനിമയ്ക്ക് ഇനിയും വർഷങ്ങളോളം മികച്ച കഥാപാത്രങ്ങൾ സമ്മാനിക്കാമായിരുന്നു ഒരു കലാകാരനെയാണ് അന്ന് നഷ്ടമായത്. അദ്ദേഹത്തിന്റെ മരണം സഹപ്രവർത്തകരെയും ആരാധകരെയും ഒരുപോലെ ഞെട്ടിച്ചു. ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകളും താഴ്ചകളും കണ്ട മനുഷ്യൻ, നൂറുകണക്കിന് കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ നടൻ, ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ പ്രിയതാരം, അവസാനം വളരെ നേരത്തെയാണ് ജീവിതത്തോട് വിട പറഞ്ഞത്. പക്ഷേ ഒരു നടൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിക്കും. ഒരു കലാകാരൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കല അവസാനിക്കുന്നില്ല. വിൻസെന്റിന്റെ കാര്യത്തിലും അത് തന്നെയാണ് സത്യം. ഇന്നും അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുന്നവർ ഒരേ കാര്യം പറയും: എത്ര സ്വാഭാവികമായ അഭിനയമാണ്, എത്ര മനോഹരമായ പുഞ്ചിരിയാണ്. അതുകൊണ്ടാണ് കാലം എത്ര മുന്നോട്ട് പോയാലും മലയാള സിനിമയുടെ ചരിത്രം എഴുതുമ്പോൾ വിൻസെന്റ് എന്ന പേര് ഒഴിവാക്കാൻ കഴിയാത്തത്. ഒരു കലാകാരന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരം പ്രേക്ഷകരുടെ സ്നേഹമാണ്. ആ സ്നേഹം വിൻസെന്റ് തന്റെ ജീവിതകാലത്ത് നേടി. ഇന്ന് അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിന്റെ ഓർമ്മകളുമായി ജീവിക്കുന്നു. മകൻ റോബി വിൻസെന്റ് സിനിമാ രംഗത്ത് സഹസംവിധായകനായി പ്രവർത്തിക്കുന്നു. മറ്റൊരു മകൻ റിച്ചാർഡ് ലാസർ വിൻസെന്റ് വിദേശത്ത് സ്വന്തം ജീവിതവുമായി മുന്നോട്ട് പോകുന്നു. ഭാര്യ മേരിയും പിന്നീട് അന്തരിച്ചതോടെ ഒരു കുടുംബം വലിയ നഷ്ടങ്ങളിലൂടെ കടന്നുപോയി. മലയാള സിനിമയുടെ ചരിത്രം സൂപ്പർ താരങ്ങളുടെ മാത്രം ചരിത്രമല്ല. അത് വിൻസെന്റിനെ പോലെയുള്ള സിനിമയെ ആത്മാർത്ഥമായി സ്നേഹിച്ച നൂറുകണക്കിന് കലാകാരന്മാരുടെ ചരിത്രം കൂടിയാണ്. കോളിനോസ് പുഞ്ചിരി എന്ന പേരിൽ മലയാളികൾ സ്നേഹിച്ച ആ മഹാനായ നടൻ ഇന്ന് നമ്മോടൊപ്പമില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ അനേകം കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം ഇപ്പോഴും നമ്മോടൊപ്പം ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അകാലത്തിൽ പൊലിഞ്ഞ ആ മഹാനായ കലാകാരന് മുന്നിൽ ആദരാഞ്ജലികൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇതിഹാസ താരത്തോടൊപ്പമുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.